കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള കുംഭമേളയിലൂടെയായിരുന്നു നമ്മൾ. ഇനി ഉത്തരേന്ത്യയിലേക്കൊന്ന് പോയാലോ? ഉജ്ജയിനിലെ ഭർതൃഹരി കേവ്. മധ്യപ്രദേശിലെ പുരാതന നഗരമായ ഉജ്ജയിൻ മതപരമായും സാംസ്കാരികമായും ഏറെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരിടമാണ്. ഹൈന്ദവ വിശ്വാസികളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. വിജയശ്രീലാളിതനായ നേതാവ് എന്നും ഉജ്ജയിന് അർത്ഥമുണ്ട്. അശോകൻ, വിക്രമാദിത്യൻ തുടങ്ങിയ രാജാക്കന്മാർ ഭരിച്ച് കീർത്തി കേൾപ്പിച്ചിരിക്കുന്ന ഇവിടെ വെച്ചാണ് കാളിദാസൻ തൻ്റെ കൃതികൾ രചിച്ചിരിക്കുന്നതും. സ്കന്ദപുരാണത്തിലെ 2 ഭാഗങ്ങൾ ഇവിടെ വച്ചാണത്രേ രചിക്കപ്പെട്ടത്. ശിവന്റെ ഭൂമിയായി അറിയപ്പെടുന്ന ഇവിടെ ധാരാളം ശിവക്ഷേത്രങ്ങളുമുണ്ട്. ഇനി ഭർതൃഹരി ഗുഹയിലേക്ക് പോകാം. വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ജ്യേഷ്ഠനും മഹാകവിയും പണ്ഡിതനുമായ ഭർതൃഹരി ലൗകിക സുഖങ്ങൾ വെടിഞ്ഞ് സന്യാസം സ്വീകരിച്ച് 12 വർഷം തപസ്സനുഷ്ഠിച്ചതാണിവിടെ. അങ്ങനെയാണ് ഭർതൃഹരി കേവ് അഥവാ ഭർതൃഹരി ഗുഫ എന്നറിയപ്പെടുന്നത്. ചെറിയൊരു ഗുഹാ കവാടമാണ് ഇതിനുള്ളത്. എൻട്രി ഫ്രീ ആണ്. വളരെ ശക്തമായ സ്പിരിച്വൽ എനർജി ഉണ്ട് ഇവിടെ. വളരെ കൂളാണ് ഇതിൻ്റെ അകം. മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത്. സ്പിരിച്വൽ മൈൻഡോടുകൂടി അവിടെ പോയാൽ നമ്മൾ അറിയാതെ അവിടെ ഇരുന്ന് പോകും. അത്രയ്ക്ക് പവർ ഫീൽ ചെയ്തു അവിടെ. ഭർതൃഹരിയുടെ പ്രതിമകൾ കാണാം. മറ്റൊരു വശത്ത് ശിവ ടെമ്പിളാണ്. നാഥ് കമ്മ്യൂണിറ്റിയുടെ ടെമ്പിളാണ്. പല പല ആചാര്യന്മാരുടെയും ഗുരുക്കന്മാരുടെയും പ്രതിമകൾ കാണാം. അവിടെ തൊഴുതിറങ്ങിയപ്പോൾ മനസ്സിന് ഭയങ്കര ശാന്തതയായിരുന്നു. ആരതി സമയത്ത് അതിനുള്ളിലേക്ക് ആരെയും കയറ്റുകയില്ല. അതിനോടനുബന്ധിച്ച് ഗോശാലയും ഉണ്ട്. നിങ്ങൾക്ക് കാണാം കവാടത്തിനോട് ചേർന്ന് തന്നെ പുല്ലരിയുന്ന മെഷീനും പുല്ല് കൂട്ടിയിട്ടിരിക്കുന്നതും. ഗുഹ മോഡിഫൈ ചെയ്ത് CCTVയും AC-യും ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ടെങ്കിലും ഒരു കാര്യം പറയാനുള്ളത്, അവിടെ പോകുമ്പോൾ സൺഡേയും തിരക്കുള്ള ദിവസങ്ങളും ഒഴിവാക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ചെറിയ ഗുഹാ കവാടമാണ്. തിരക്കു നിയന്ത്രിക്കാൻ പ്രത്യേകിച്ചാരും അവിടെ ഇല്ല.